ഹായ്, നമസ്കാരം. അപ്പം ഇന്ന് രേഖാചിത്രം എന്ന് പറഞ്ഞിട്ടുള്ള ആസിഫ് അലി നായകനായിട്ടുള്ള പടം കണ്ടിറങ്ങി. സാധാരണ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, സസ്പെൻസ് ത്രില്ലറാണ് ഈ രേഖാചിത്രം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലെ കഥാപാത്രങ്ങളൊക്കെ തങ്ങൾക്ക് കൊടുത്ത റോൾ വളരെ ഭംഗിയാക്കി ചെയ്തു. ആസിഫ് അലി ആസ് ആൻ ആക്ടർ വളരെ 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 മികച്ചു നിന്നിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. പിന്നെ ബാക്കിയുള്ള ചെറിയ ചെറിയ ക്യാരക്ടറാണെങ്കിലും വലിയ ക്യാരക്ടേഴ്സ് ചെയ്ത റോൾസ് ആണെങ്കിലും, ഈവൻ എന്താ പറയുക, മനോജ് കെ ജയനൊക്കെ അസാധ്യ പെർഫോമൻസ് ആയിരുന്നു പടത്തിൽ. പിന്നെ നമ്മൾക്ക് ഇതിൽ കണ്ടുമടുത്തൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ല ഇത്. വളരെ പുതുമയായിട്ടുള്ള പുതിയ രീതിയിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. നമ്മൾ ഭയങ്കരമായിട്ടൊരു സീറ്റഡ് ത്രില്ലർ എന്നല്ലെങ്കിലും നമ്മൾ ആലോചിക്കും എന്തായിരിക്കും അടുത്ത് നെക്സ്റ്റ് നടക്കാൻ പോകുന്നതെന്ന് ആലോചിക്കുന്ന ഒരു നോർമലൊരു സ്റ്റോറി ത്രില്ലറാണ്. പക്ഷേ അത് ആ കഥ പറഞ്ഞ രീതിയും വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റോറിയും എല്ലാം കൂടി എന്താ പറയുക, നല്ലൊരു മൂവി തന്നെയാണ് രേഖാചിത്രം എന്ന് പറയുന്നത്. പിന്നെ അതിൽ സിനിമയുടെ കഥ പറയുന്നുണ്ട്, ഷൂട്ടിംഗ് കാണിക്കുന്നുണ്ട്, അത് പഴയ കാലഘട്ടം കാണിക്കുന്നുണ്ട്, പുതിയ കാലഘട്ടം കാണിക്കുന്നുണ്ട്. അതിലെല്ലാം ഡയറക്ടേഴ്സ് ബ്രില്യൻസ് എടുത്തു വെച്ചിട്ടുള്ള റിച്ച് ആയിട്ടുള്ള കുറേ ഫ്രെയിംസ് ഉണ്ട് അതിൽ. പിന്നെ പഴയ ലെജൻസിനെയൊക്കെ നമുക്ക് ഓർമ്മ വരും. ഭരതൻ, പത്മരാജൻ, ജോൺ പോൾ, അങ്ങനെയുള്ള കുറേ ലെജൻസിനെ ഒക്കെ ഓർത്തെടുക്കാൻ പാകത്തിനുള്ള സീൻസും കുറേ ഉണ്ട്. പിന്നെ നമ്മുടെ സ്വകാര്യ അഹങ്കാരം മമ്മൂക്കയുടെ ഒരു പ്രസൻസ്, അത് അങ്ങനെ വളരെ മികച്ച രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സസ്പെൻസ് ത്രില്ലറാണ് രേഖാചിത്രം എന്ന് പറയുന്നത്. ഞാൻ പൊതുവേ ത്രില്ലേഴ്സ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ത്രില്ലറാണ് രേഖാചിത്രം. അപ്പോൾ എല്ലാവരും തിയേറ്ററിലൊക്കെ പോയി കണ്ട് വിജയിപ്പിക്കുക തന്നെ. നല്ല സിനിമകളെല്ലാം വിജയിക്കട്ടെ അല്ലേ, നല്ല സിനിമകൾ. പിന്നെ അതിൽ ഒരു ഇത് കുറച്ച് ഡയറക്ടർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററോട് ഒരു ഇത് തോന്നിയത് ഒരു ഡയലോഗ്, അത് വലിയ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുള്ള ഡയലോഗൊന്നുമല്ല. അതിൽ ഒരു പോർഷനിൽ പറയുന്നൊരു ഡയലോഗുണ്ട്, ഉണ്ണികളെ ഒരു കഥ പറയാം, കമൽ സാറ് സംവിധാനം ചെയ്ത ചിത്രം. അതിൽ നായികയായിട്ട് ഒരാളെ പരിഗണിക്കാനിരുന്നതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഉള്ളത്. അത് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെയും ഫേവറേറ്റ് ഒരു മൂവി തന്നെയായിരുന്നു ഉണ്ണികളെ ഒരു കഥ പറയാൻ. ആ ഒരു ഡയലോഗ് സിനിമയിലുണ്ട്. പക്ഷേ അതിൽ കാർത്തികയ്ക്ക് പകരം ഒരാൾ അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ വേറൊരു റീപ്ലേസ്മെൻറ്റോ പറയാനില്ലാത്ത വിധം കാർത്തിക അതിൽ നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡയലോഗ് അത് ആവശ്യമില്ലാന്ന് തോന്നി. പിന്നെ വരുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു നിഗൂഢതയുണ്ട്, ഒരു വിഷുണ്ട്. ഏത് ക്യാരക്ടറായാലും ആ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ടൊരു അന്വേഷണം പോകുന്നുണ്ട്. അതുപോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു മൂവി തന്നെയാണ് രേഖാചിത്രം എന്ന് പറയുന്നത്. എന്തായാലും തിയേറ്ററിലൊക്കെ വളരെ ഗംഭീര ഹിറ്റായി മാറട്ടെ.